നമസ്കാരം. ഓണക്കാലമാണ്, ഇന്ന് തിരുവോണ ദിവസമാണ്. നമുക്ക് ഓണത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലേ? ഒരു കുട്ടിക്കാലത്തെ എന്തെങ്കിലും മധുരമുള്ള ഓർമ്മകൾ? കുട്ടിക്കാലത്തേ ഉള്ളൂ നമുക്ക് മധുരമുള്ള എല്ലാ ഫെസ്റ്റിവൽസും. നമ്മൾ മുതിർന്നു കഴിഞ്ഞ് സ്വന്തമായി ഏൺ ചെയ്ത് നമ്മുടെ കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ, കാരണം നമ്മളെന്നും കുട്ടിക്കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളാണ്, നമ്മളെ ബോസ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നമ്മൾ വലിയ ആൾക്കാരായി കഴിഞ്ഞ് ഒരുപാട് പേര് നമ്മളെ ബോസായിട്ട് വിചാരിക്കുന്ന കാലത്ത് നമുക്ക് മധുരം കുറവാണ്. അന്ന് നമ്മൾ ഓടിക്കുമ്പോൾ ഞങ്ങൾ 5 മക്കളായിരുന്നു, കൊച്ചിലെ തിരുവനന്തപുരത്തായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്ന കുട്ടിക്കാലമാണ്. ഒരു 10-13 വയസ്സ് വരെ തിരുവനന്തപുരമായിരുന്നു. അത് കഴിഞ്ഞ് മദ്രാസിലേക്ക് മാറി. ഒരു 10-25 വയസ്സ് വരെ അവിടെ. പിന്നെ കല്യാണം കഴിച്ച് ആലപ്പുഴ വന്നു. പിന്നെ അത് കഴിഞ്ഞുള്ള എൻ്റെ രസകരമായ വേണം ഇവിടെ വന്ന ശേഷമാണ്. കാരണം ചേട്ടൻ്റെ അമ്മൂമ്മയൊക്കെയുള്ള തലവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അമ്മൂമ്മ അവിടെ ഉള്ളതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് 8 മക്കളാണ്, ചേട്ടൻ്റെ അമ്മ ഉൾപ്പെടെ. ഇവരൊക്കെ ബോംബെയിൽ നിന്ന് വരും. എല്ലാം കൂടെ ഉള്ളൊരു ഓണം. അമ്മാവന്മാർ കയറി ആഹാരമൊക്കെ വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ ഓണങ്ങൾ. പിന്നെ സിനിമാക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്കെന്നും വിഭവസമൃദ്ധമായ സദ്യയല്ലേ, എന്നും ഓണമാണ് ഞങ്ങൾക്ക്. എന്നും തിരുവോണമല്ലേ ഞങ്ങൾക്ക്. നിറയെ 108 കറികളും കുട്ടികളുടെ ഭക്ഷണവും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഓർമ്മകളുടെ ഓണം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ, പിന്നെ ഇപ്പോൾ സിനിമാ ജീവിതത്തിലെല്ലാം ഓണമാണ് ഞങ്ങൾക്ക്. നമുക്ക് സിനിമയിലേക്കൊന്ന് വരാം. അപ്പം തുടക്കം ഞാനൊന്ന് വായിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യാഗം എന്ന് പറയുന്നൊരു സിനിമയിലൂടെയായിരുന്നു. അതിനുശേഷം അരവിന്ദ് സാറിന്റെ പോക്കുവെയിലെ മഞ്ഞ്, MT സാറിന്റെ മഞ്ഞ്. അപ്പം ആദ്യമേ തുടക്കം നായിക ആയിട്ടായിരുന്നു. അപ്പം ഏറെ കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കാര്യം സഹോദരങ്ങൾ എല്ലാവരും അഭിനേതാക്കളായിരുന്നു. അമ്മ ആർട്ടിസ്റ്റായിരുന്നു. പക്ഷെ ഇവരിലെല്ലാം മുമ്പേ നായികയെ അഭിനയിച്ച ചേച്ചിയായിരുന്നു. അപ്പൊ ചേച്ചി ആദ്യമേ നായികയായി വന്നു, പിന്നീട് അതിൽ നിന്നൊരു വലിയൊരു ചൂടുമാറ്റം നടത്തി. അതെ 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 അതെ. എങ്ങനെയാണോ ഒന്ന് പറയാം? ഇത് വന്നത് 8 വയസ്സിലാണ് ഞാൻ ആദ്യം യാഗം എന്നുള്ള സിനിമ, ശ്രീ ശിവൻ സാറിന്റെ അദ്ദേഹത്തിന്റെ യാഗം സിനിമയിലെ കത്താത്ത കാർത്തിക വിളക്ക് എന്ന സിനിമയുടെ അത് നോവലായിരുന്നു, മോഹൻ സാറിന്റെ, KR മോഹൻ. അത് വന്നിട്ട് സിനിമയാക്കിയപ്പോൾ അതിൽ കണ്ണമ്മ എന്നുള്ള 8 വയസ്സുള്ളൊരു കുഞ്ഞാണ് മെയ്. അതാണ് ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ. ബാബു നമ്പൂരി ചേട്ടനായിരുന്നു അതിൽ നക്സലൈറ്റായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് കതിർമണ്ട പോകുന്നൊരു സിനിമ. പക്ഷെ ആ സിനിമയിൽ ഉർവശി ഞാനും ഒരുമിച്ച് പോയിട്ട് ഞങ്ങൾ ക്യാമറയിൽ ഒരുപാട് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മാറുകയായിരുന്നു, 2 ഫ്രണ്ട്സിൻ്റെ. പിന്നെ അതിനുശേഷം ദിഗ്വിജയം, ശിഖരങ്ങൾ, ഇതും ഒരു ജീവിതം, വിടരുന്ന മുട്ടുകൾ, അങ്ങനെ കുറേ സിനിമയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചു. അതിനുശേഷം മഞ്ഞ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് 14 വയസ്സേ ഉള്ളൂ, MT സാറിൻ്റെ. അത് കഴിഞ്ഞ് ആ ടൈമിൽ തന്നെയാണ് പോക്കുവെയിലും അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നായികയല്ല ബാലതാരവും അല്ലാത്ത ഒരിടയ്ക്കൊരു എന്താ പറയുന്ന ഒരു ബാലയായിക എന്ന് പറഞ്ഞൊരു ലെവലിൽ നിൽക്കുക നമ്മളൊരു. അതെ അതെ, അല്ലെങ്കിൽ ഒരു നാബാലതാരം എന്നൊക്കെ പറഞ്ഞ റേഞ്ച് നിൽക്കുക. അങ്ങനെ നിന്നിരുന്ന സമയത്തായിരുന്നു ചിന്ന വീടെന്ന്. അപ്പോഴത്തേക്കും ഉർവശി മുന്താനിയും മുടിച്ച് ഹിറ്റായി. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമ ചെയ്യണേ. അപ്പോൾ അവൾ എട്ടിപ്പടിക്കുമ്പോൾ ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിരിക്കുമ്പോഴാണ് ചിന്ന വീട് സിനിമ ചെയ്യുന്നത്, K ഭാഗ്യരാജ് സാർ. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ അഭിനയിച്ചൊരു ഒരു ഒരു 3 വർഷം കഴിച്ചാണ് ചിന്ന വീട് എന്നുള്ള സിനിമയിൽ കൂടെ ഞാൻ വരണേ. വന്ന് ടൈറ്റിൽ ക്യാരക്ടറായിരുന്നു, ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ റോളായിരുന്നു. തമിഴ്നാട്ടിലെ, അതായത് ഇന്ന് ശരാശരി ഒരു സ്ത്രീ, അതായത് ഭർത്താവാണ് ഈ ലോകത്ത് ദൈവം എന്ന് കരുതുന്നൊരു സ്ത്രീയുടെ കഥാപാത്രം ചെയ്തു. ആ കുട്ടിയുടെ ചെയ്യുമ്പോൾ 18 വയസ്സേ ഉള്ള പടം ചെയ്യുമ്പോൾ. പക്ഷേ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് ഒരു കുറവോടെ വന്ന നായികയാണ് ഞാൻ. അതായത് അമിത വണ്ണമുള്ളൊരു പെണ്ണ്. അപ്പോൾ ഏതൊരു പുരുഷൻ്റെയും സങ്കല്പത്തിലുള്ള മെലിഞ്ഞുണങ്ങിയ ആ ഒരു കഥാപാത്രം അല്ലാതെ ഒരുത്തൻ്റെ തലയിൽ ഇത് വന്ന് ഭവിക്കുക. ഇത് ഈ ഹീറോയ്ക്ക് ഈ പെണ്ണിനെ കാണുമ്പോഴൊക്കെ സർക്കസിൽ ആനയുടെ മ്യൂസിക്കാണ് ഓർമ്മ വരുന്നത്, അങ്ങനെ ഒരു ക്യാരക്ടർ. പക്ഷെ പിന്നെയാണ് എൻ്റെ മനസ്സിലാവും, അല്ലേ വേറെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വെക്കും, അവിടെ കിടന്ന് അയാൾ അനുഭവിച്ച് കഴിഞ്ഞാൽ അറിയാം സൗന്ദര്യമല്ല ഒരു പെണ്ണിൻ്റെ മനസ്സാണ് വലുതെന്ന് പറഞ്ഞ കഥാപാത്രം. 100 ദിവസം തമിഴ്നാട്ടിൽ ഓടിയ സിനിമയാണ്. അതിനുശേഷം എനിക്ക് വന്നതെല്ലാം വണ്ണമുള്ള ഒരു തരം ഇത്തരം ഒരു കഥാപാത്രം, എന്തെങ്കിലും ഒരു കുറേയുള്ളൊരു പെണ്ണ്, അങ്ങനെയായിരുന്നു. എൻ്റെ 2ാമത്തെ പടം തിരുമതി ഒരു ബഹുമതി എന്ന് പറഞ്ഞ വിഷു സാറിൻ്റെ സിനിമയാണ്. അതായത് ഒരു കുടുംബത്തിനെ, കുഞ്ഞിലെ സഹോദരങ്ങളെ, മക്കളെ പോലാക്കി വളർത്തി 2 ആൺപിള്ളേരെ വളർത്തിയെടുത്ത് അവർ കല്യാണം കഴിയുമ്പോൾ അവർ പോകുന്ന ചീത്ത വഴികളും, അങ്ങനെ മനംനൊന്ന് ഹാർട്ട് അറ്റാക്കി മരിക്കുന്ന ഒരു കഥാപാത്രം. അത് വന്ന ശേഷം എല്ലാം ചേച്ചി 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 എന്നുള്ള ക്യാരക്ടർ. 19-20 വയസ്സുള്ള രജനി സാറിൻ്റെ മിസ്റ്റർ ഭാരത് സിനിമയിൽ എന്നെ അദ്ദേഹത്തിൻ്റെ ചേച്ചിയായിട്ട് വിളിച്ചു. അവൻ ഒരു കാരണവശാലും ഞാൻ ഈ പ്രായത്തിൽ അങ്ങനെ റോള് ചെയ്യത്തില്ല. അപ്പം AVMൻ്റെ കൺസേൺ, രജനി സാറ്, എല്ലാവരും കൊതിക്കുന്ന കഥാപാത്രം. ആ റോള് പിന്നെ ചെയ്ത വിദ്യാമ്മയാണ്, ശ്രീവിദ്യാമ്മ. വിദ്യ ചേച്ചി പറഞ്ഞു SP മുത്തര അതിൻ്റെ ഡയറക്ടറോട്, അയ്യോ അവൾ കുഞ്ഞാണ്, അവൾ എൻ്റെ കൂടെ ബാലതാരമായിട്ട് അഭിനയിച്ച കൊച്ചാണ്, അതിനെയൊക്കെ ഇതിന് വിളിച്ച അന്യായമല്ലേ. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെരുവണ്ണാവരുത്ത വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ വരണേ. അപ്പോൾ കമലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ കോമഡി എന്നൊന്നും പറഞ്ഞില്ല, കോമഡി അല്ല, ആക്ച്വലി ഒരു തീറ്റിപ്പണ്ടാരമായൊരു ക്യാരക്ടർ. അപ്പോൾ ഒരു
ഒരു കൊച്ചു പെണ്ണ്, തീറ്റയാണ് അതിൻ്റെ മെയിൻ. എവിടെയോ ഒരു കിളി പറന്നിട്ടുമുണ്ട്, എവിടെയോ ചെറുതായിട്ട്. അത് അവർ പറഞ്ഞു കിളി പറക്കുന്നതായിട്ട് അത് കൽപ്പന പ്രത്യേകിച്ചൊന്നും പ്ലാനിങ് ഒന്നും വേണ്ട, നാച്ചുറലായിട്ട് നിന്നാ മതി. ഒരു കിളി പറന്നാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സിനിമയ്ക്ക് വന്നു. പാർവതിയുടെ ഫ്രണ്ട്, പാർവതി ഞാനും ഫ്രണ്ട്സ്, മോഹിനി എന്നുള്ള കഥാപാത്രം. അപ്പം അന്ന് വണ്ണം വെച്ചൊരു മത്തങ്ങയുടെ മുഖം എന്നെ നേരിട്ട് കാണുന്ന പോലെ അല്ല സിനിമയിൽ. ഇന്നും എൻ്റെ ആ പ്രോബ്ലം ഉണ്ട്. കാരണം നേരിട്ട് ഇപ്പം എൻ്റെ വെയിറ്റ് ഒരു 62 കിലോ, നോർമൽ ഒരു പെണ്ണാണ് ഞാൻ. പക്ഷെ ഇന്ന് കേരളത്തിലെ വണ്ണത്തിൻ്റെ പ്രതീകം ആണ് ഞാൻ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് എന്ത് തലയിലെഴുത്ത്. അപ്പം എൻ്റെ അമ്മ അതിന് പറഞ്ഞ ആടിന് പാലളന്നേ കൊടുക്കുള്ളൂ. കാരണം നേരിട്ട് വളരെ ശരാശരി, എനിക്കൊരു വലിയ ഒരു അമിതവണ്ണമുള്ള പെണ്ണേ അല്ല ഞാൻ. പക്ഷേ സിനിമയെ കാണുമ്പോൾ ദൈവം വിചാരിച്ചു നീ അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട അന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. 62 കിലോ ഉള്ള ഞാനൊരു പക്ഷേ സിനിമയിൽ ഒരു 85 കിലോ തോന്നും. മിനി സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ മുഖമൊക്കെ കൂടെ അങ്ങ് അകന്ന് കാരിക്കേച്ചർ പോലെ ആയിട്ട് ഒരു 100 കിലോ. ക്ലോസപ്പിലൊക്കെ ഒരു മസ്റ്റർ കാരിക്കേച്ചർ. ഞാൻ തന്നെ ആലോചിക്കും, ഒരു പെലിക്കൻ്റെ ഫേസ് ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സിനിമയെ വന്നിട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ എന്നെ കണ്ടപ്പം ഏതാണ്ട് ഞാൻ പുട്ടോ ഏതാണ്ട് തിന്നുന്ന ഒരു സീന മൊത്തത്തിൽ എൻ്റെ ആ മുഖമൊക്കെ കണ്ടപ്പം മനസ്സിലായി ഏതോ മന്ദബുദ്ധി ഒരു റേഞ്ചിലേക്ക് വന്നു. ആ സിനിമ റിലീസായി കഴിഞ്ഞ് എൻ്റെ ഒരു എക്സ്പ്രഷൻ അതിൽ ഭയങ്കരമായിട്ട്, ഞാൻ ഇങ്ങനെ വയലുവരമ്പിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ജയറാമിനെ അങ്ങനെ പാവമല്ലേ ചേട്ടനെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട് പറയുകയാണ്. അപ്പം ഈ പാർവതി ശ്രദ്ധിക്കാതെ അങ്ങ് നടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ഇവളോടൊക്കെ പറയുന്നത് ഒരു ലുക്കുണ്ട്, ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. ആ സിനിമ വന്നു കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് തുടരെ കോമഡി ക്യാരക്ടേഴ്സ് വരികയായിരുന്നു. അങ്ങനെയാണ് കോമഡി ചെയ്ത് ഇപ്പം ഏകദേശം ഒരു 150 സിനിമകളിൽ കോമഡി കഥാപാത്രം. ഇതിനിടയ്ക്ക് തമിഴിൽ പോവും, സീരിയസ് ആയിട്ട്. ഇതിനിടയ്ക്ക് സതിലീലാവതി, കമൽ സാർ, ബാലുമഹേന്ദ്ര ഡയറക്ഷൻ, അത് ചെയ്തു. അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ്. പിന്നെ മലയാളത്തിൽ ചെയ്തതിൽ സുകുമാരൻ നായർ സാറിൻ്റെ ശയനം, PN മേനോ സാറിൻ്റെ നേർക്കുനേർ, പിന്നെ കേരള കഫയിലെ ക്യാരക്ടർ. അത് അരുണ് നന്നായിട്ട് അറിയാം എൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ. അങ്ങനെ അപൂർവം ചില ക്യാരക്ടേഴ്സും. അപ്പോൾ ചേച്ചി ഇതിൽ നമ്മളിപ്പം തമാശയിലൂടെ തന്നെ അതിൽ തുടങ്ങി, അപ്പോൾ അതിലൂടെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് സീരിയസ് ആവാന്ന് ചേച്ചി. ഇവിടെ കൽപ്പന ചേച്ചിയെ കുറിച്ച് നമ്മളിപ്പം ആദ്യം ഓർക്കുമ്പോൾ തന്നെ വളരെ എല്ലാവർക്കും മ്യൂസിക്കാൾക്ക് ഉൾപ്പെടെ പെട്ടെന്ന് ഓർക്കുക വരുന്നൊരു ഡയലോഗുണ്ട്, ഈശ്വര പാവങ്ങൾക്ക് എന്തിനാ ഇത്രയും സൗന്ദര്യം തരുന്നതെന്നുള്ളത്. അത് എൻ്റെ ഡയലോഗ്സ് തന്നെയാണ്. ഫേമസ് വെച്ചാൽ എനിക്ക് അഭിമാനം തോന്നിയ കാര്യം അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഡയലോഗ് അല്ല, എൻ്റെ സ്വന്തം ഡയലോഗ്സ്. അതായത് മിസ്റ്റർ ബ്രഹ്മചാരി പടത്തിൽ 10 ദിവസം 15 ദിവസം എൻ്റെ ഡേറ്റ്സ് വാങ്ങിച്ചു. തുളസീദാസ് അല്ലേ ഡയറക്ടർ. അപ്പോൾ തുളസിയേട്ടനോട് എനിക്ക് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു ഡയറക്ടറാണ് ചേട്ടൻ. അപ്പം ഇങ്ങനെ സീനിങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റും ചിലപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ല പൊടി എവിടെ നിന്ന് എൻ്റെ മോന്ത കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ മനസ്സിൽ എവിളി ചിന്തിച്ചത്, എൻ്റെ സൗന്ദര്യം കണ്ട് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതെൻ്റെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്ന പച്ചയമ്മ എന്നൊരു സ്ത്രീ പറഞ്ഞ വേർഡാത്. അതിനകത്ത് ഈശ്വര പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ ദൈവമേ. എനിക്ക് തോന്നി ജനങ്ങളിൽ ഇത് എത്തുമോ, ഇതേ സെൻസിൽ എത്തുമോ. അപ്പം ഞാൻ തുളസിയോട് ഞാൻ ചേട്ടാ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ പള്ളാശ്ശേരി സാറാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. പള്ളാശ്ശേരി സാറിനോട് ചോദിച്ചു തുളസിയേട്ടൻ ഇത് പറഞ്ഞോട്ടെ എന്ന്. കുഴപ്പമില്ല കൽപ്പനയ്ക്ക് പറയാമല്ലോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ സീനിലത് അകത്ത് പോകുമ്പോൾ ഈശ്വര പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന് പറഞ്ഞത് കറക്റ്റ് ജനങ്ങൾ എടുത്തത് അതേ അർത്ഥത്തിൽ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും സൗന്ദര്യം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ അദ്ദേഹം പൊറുക്കാതെ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ അതാ എന്റെ ഡയലോഗാണ്, ഡയലോഗാണ്. സത്യമാണ്, അത് തന്നെ പറയും. അതെ.